ഹായ് ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ വീണ്ടും എത്തി കേട്ടോ. ഇന്ന് നമ്മൾ ഹിന്ദിയിലേക്കാണ് പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഫെയ്ത്ത് ടു ഗോഡും ട്രയംഫ് ഓഫ് സർജറിയും അതിൻ്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലനേഷനും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സഹായവും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഹിന്ദിയിലേക്ക് പോകാം. പാഠ്യപുസ്തക് സ്പർശ് ഭാഗ് 2-നകത്തെ പദ്യഭാഗമായ സാഖി കവി കബീർദാസിൻ്റെ സാഖി എന്ന ചാപ്റ്റർ 1 ആണ്, പാഠ് 1 നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം മുതൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. സാഖി എന്ന വേർഡിൻ്റെ മീനിങ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ വാക്കിന് ഒരുപാട് അർത്ഥം ഉണ്ട്. അപ്പം സാഖി എന്ന് പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള മീനിങ് വിറ്റ്നസ് എന്നാണ്. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലും ഹിന്ദിയിലും ഒരേപോലെ വേർഡാണ് സാക്ഷി. സാക്ഷി എന്നെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. എന്തെങ്കിലും കണ്ട ആൾ, സാക്ഷി. അതാണ് സാഖി എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ആ വാക്ക് അങ്ങനെ തന്നെയാണ്. സാഖി എന്ന് പറഞ്ഞാൽ വിറ്റ്നസ് എന്നാണ് അർത്ഥം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, സാഖി എന്ന വാക്കിന് സാക്ഷി എന്നാണ് അർത്ഥമുള്ളത്. പിന്നെ അത് സഖിയായിട്ട് മാറി. സഖി എന്ന് പറഞ്ഞാൽ സുഹൃത്ത് അല്ലെങ്കിൽ ഫ്രണ്ട് എന്നാണ് അർത്ഥം. ഇതിനകത്ത് കബീർദാസ് എന്ന് പറയുന്ന പോയറ്റ് എന്ന് വെച്ചാൽ കവി, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് കണ്ടെത്തിയ സത്യങ്ങൾ ഒരു സാഖിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചു. ഒരു കൂട്ടുകാരൻ എന്ന പോലെ സാഖിയായിട്ട്, ഒരു സാക്ഷിയായിട്ട്, എല്ലാം കണ്ട ഒരു സാക്ഷി അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ വാമൊഴിയായിട്ട് മൗഖിക് ഭാഷയിലൂടെ പാടി നമ്മളിലേക്ക് എത്തിയതാണ് ഈ കവിത. ഇത് വെറും ഒരു കവിതയല്ല, ഇത് കുറേ അർത്ഥവത്തായ വാക്കുകളെ ഒരുമിച്ച് കൂട്ടി, നമ്മൾ പറയത്തില്ലേ പഴമൊഴികൾ തെറ്റാറില്ല എന്നൊക്കെ പറയുന്നത് പോലെ അർത്ഥവത്തായ, ശരിക്കുമുള്ള, ജീവിതത്തിൽ നടക്കാവുന്ന, ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു പഴമൊഴി പോലെ നമ്മളിലേക്ക് എത്തിച്ചതാണ് സെയിൻറ്റ് കബീർ. സെയിൻറ്റ് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ആ വാക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം സെയിൻറ്റ് കബീർ എന്നായിട്ട് മാറും. ഇവിടെ സാഖി എന്ന വാക്കുകൊണ്ട് നമ്മളെ ഉദ്ദേശിപ്പിക്കുന്നത്, കവി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, സാഖി എന്നാൽ സത്യത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്നാണ് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു രൂപരേഖ ഞാൻ പറഞ്ഞു തരാം. പാഠ് കി രൂപരേഖ. സാഖി കാ പാഠ് കി രൂപരേഖ ക്യാ ഹെ? എന്താണ് അതിൻ്റെ ഓവർവ്യൂ? ഇതിനകത്ത് കബീറിനെ പ്രസ്തുത സാഖിയോ മേ ദൈനിക് कबीर ने प्रस्तुत साखियों में दैनिक जीवन के महत्वपूर्ण पहलुओं को अभिव्यक्त किया है എന്ന് വെച്ചാൽ ഓരോ ദിവസത്തിൽ എന്തൊക്കെ മഹത്വകരമായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഓരോ ദിവസവും എത്രമാത്രം വിലയുണ്ട്, വാല്യൂ ഉണ്ട് എന്ന് നമ്മൾക്ക് സെയിൻറ്റ് കബീർ ഈ സാഖിയിലൂടെ പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. ഉന്നോനെ മധുർ വചൻ കോ മഹത്വ, മനുഷ്യ की प्रवृत्ति, प्रेम की महत्व, आलोचकों की उपयोगिता आदि के विशेष रूप से उजागर किया है എന്ന് വെച്ചാൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, മനുഷ്യൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, സ്നേഹത്തിൻ്റെ മഹത്വം എന്താണ്, പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കപ്പെടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഓരോ വരികളിലും
എങ്ങനെ വർത്തമാനം പറയണം, വർത്തമാനം ഏത് രീതിയിലായിരിക്കണം, നമ്മൾ പറയുന്ന ഓരോ വാണി എന്ന് വെച്ചാൽ വാക്കുകൾ, വചനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് സാഖിയിലൂടെ കബീർ ദാസ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി കവിയെ പറ്റി പറയുകയാണ്. കവിയെ പറ്റി പറയുക എന്ന് ഹിന്ദിയിൽ പറയുന്നത് കവി പരിചയം. ഹിന്ദി ഭക്തി काव्यधारा के संत कबीरों में महत्वपूर्ण स्थान रखने वाले कबीर दास जी का जन्म 1398 में काशी में हुआ माना जाता है. എന്ന് വെച്ചാൽ ഹിന്ദിയുടെ ഭക്തിശാഖകളിൽ, ഭക്തി കവിതകളിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന മഹത്വപൂർണമായ ഒരു സ്ഥാനമുള്ള ഒരാളാണ് സെയിൻറ്റ് കബീർ. ഇദ്ദേഹം കാശിയിൽ ജനിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1398 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് സെയിൻറ്റ് കബീർ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് രാമാനന്ദ്. ഇസ്കെ ഗുരു കാ നാം ഹെ രാമാനന്ദ് ത. കബീർദാസ് ഏകദേശം 120 സാൽ വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ കബീറിൻ്റെ താഴെ ബ്രാക്കറ്റിൽ 1398 മുതൽ 1518 വരെ ഏകദേശം 120 ഇയേഴ്സോളം ദൈവഭക്തിയിൽ ജീവിച്ച് ഒരുപാട് കവിതകൾ വായ്മൊഴിയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്ന ഒരാളാണ് സെയിൻറ്റ് കബീർ എന്ന് പറയുന്നത്. കബീർ കി ഭാഷ പൂർവി ജൻപദ് കി ഭാഷ തീ. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ജൻപദ് ഭാഷയാണ്. പല മതപരമായ തിന്മകൾക്കെതിരെയും പാട്ടുരൂപത്തിൽ, ഇങ്ങനെയുള്ള പദ്യരൂപത്തിൽ ഉറക്കെ പാടി എതിർത്ത ആളാണ് സെയിൻറ്റ്. ഇതിൽ സാഖിയുടെ കവിയായ കബീർ ദാസ് പഠ ലിഖ അല്ലായിരുന്നു, എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഉള്ള ആളല്ലായിരുന്നു. അതിനാൽ അദ്ദേഹം വായ്മൊഴിയാണ് ഒരുപാട് യൂസ് ചെയ്തിരുന്നത്. എന്തൊക്കെ? രാജസ്ഥാനി, ഭോജ്പൂരി, പഞ്ചാബി, എല്ലാ ഭാഷകളും എല്ലാം കുറേ മിക്സ് ചെയ്ത് ഒരു നാടോടികൾ സംസാരിക്കുന്നത് പോലെയുള്ള ഭാഷയും അങ്ങനെയുള്ളൊരു എഴുത്തുമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഒന്നും പ്രോപ്പറായിട്ടുള്ള ഒരു വേർഡുകളോ കറക്റ്റ് മീനിങ്ങുകളോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആയിരുന്നു സെയിൻറ്റ് കബീർ യൂസ് ചെയ്തിരുന്നത്. നമുക്ക് ആദ്യത്തെ സാഖിയിലേക്ക് പോകാം. ആദ്യത്തെ സാഖി എന്ന് പറയുന്നത് പെഹലി സാഖി. ആദ്യത്തെ വാക്കിനെയാണ് പെഹലി സാഖി എന്ന് പറയുന്നത്. ഇതിൻ്റെ വാക്കുകൾക്ക് വളരെ വ്യത്യാസമുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ ഹിന്ദി അല്ല ഇതിനകത്ത്. അപ്പം അത്യാവശ്യം കേട്ടിരിക്കൂ, ഞാൻ വായിക്കാം. ऐसी बाणी बोलिए मन का आपा कोई अपना तन शीतल करई ഔരൻ കൗം സുഖ് ഹോയ് എന്ന് വെച്ചാൽ ഐസി ബാണി ബോലിയെ. വാണി മീൻസ് വാണി അല്ലെങ്കിൽ ബോലി, വാക്കുകൾ, പറച്ചിലുകൾ, വാക്കുകൾ എന്നൊക്കെ ബാണി എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. ബോലി, വാണി, വചൻ ഇതൊക്കെയാണ് ബാണി എന്ന വാക്കിൻ്റെ അർത്ഥം. ഐസി ബാണി ബോലിയെ, ഇങ്ങനെ സംസാരിക്കൂ. മൻക ആപ്പ കോട കോയി. ആപ്പ മീൻസ് അഹങ്കാർ, മനസ്സിലുള്ള അഹങ്കാരം. കോയി ഖോ ജായേഗ എന്ന് വെച്ചാൽ കളയൂ, എടുത്തു കളയൂ. ഇങ്ങനെയുള്ള വർത്തമാനത്തിൽ സംസാരിക്കൂ. മനസ്സിലുള്ള ഞാൻ എന്ന ഭാവത്തെ ഒഴിവാക്കൂ. അപ്പന തൻ ശീതൾ കരിയേ. അപ്പന തൻ ശീതൾ കരോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ശരീരം തണുപ്പിച്ചു വയ്ക്കൂ. തൻ എന്ന് വെച്ചാൽ ശരീർ എന്നാണ് അർത്ഥം, ബോഡി. ശീതൾ കാ മതലബ് ശീതൽ. ശീതൽ എന്ന് വെച്ചാൽ ഠണ്ട, തണുപ്പിക്കുക. ഔരത്ത് കൗ സുഖ് ഹോയി. ഔരത്ത് കൗ എന്ന് വെച്ചാൽ ഔരോങ്കോ ലേഡീസുകൾക്ക്, അല്ലെങ്കിൽ ദൂസരോങ്കോ മറ്റുള്ളവർക്ക്. ഔരെന്ന് വെച്ചാൽ മറ്റുള്ളവർ.
മറ്റുള്ളവർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് ഇവർക്കൊക്കെ സുഖം പകർന്നു കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പം ഞാനത് ശരിക്ക് ഞാനൊരു ഹിന്ദി സെൻറ്റൻസിലായിട്ട് നിങ്ങൾക്ക് പറയാം. പ്രസ്തുത സാഖി में संत कबीर दास अहंकार और कटु वचन त्यागने का संदेश देते हुए. ആദ്യം തന്നെ നമ്മളോട് പറയുന്നത് ഇതിനകത്ത് മോശമായ കൈപ്പേറിയ വാക്കുകൾ സംസാരിക്കരുത്. പിന്നെ അദ്ദേഹം പറയാണ് कहते हैं സംസാരിക്കുകയാണ് कि लोगों को अपने मन का अहंकार त्याग कर ऐसे मीठे वचन बोलने चाहिए. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? മനസ്സിൻ്റെ അഹങ്കാരം കളഞ്ഞിട്ട് നന്നായി മറ്റുള്ളവരോട് സംസാരിക്കാൻ പഠിക്കൂ. ജിസെ ഉൻകാ അപനാ ശരീർ ശീതൾ अर्थात शांत और प्रसन्न हो जाए और साथ ही सुनने वालों को भी उसने सुख मिले. അത് കാരണം അഹങ്കാരം കളഞ്ഞ് ശാന്തമായി ഒരാളോട് സംസാരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ശരീരവും മനസ്സും തണുക്കും. ഇവിടെ ശരീരം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡിൻ്റെ കാംനെസ് ആണ്. ശാന്തമായിട്ട് നമ്മൾ മറ്റൊരാളോട് സംസാരിച്ചാൽ നമ്മൾക്ക് കാംനെസ് അല്ലേ നോർമലി ഉണ്ടാവാറ്. കാമായിട്ടുള്ള ഒരു ശരീരവും മനസ്സും. കൂടാതെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പം ബാത്ത് ചെയ്യുമ്പം അവർക്കെന്താണ് ഉണ്ടാവുന്നത്? അവർക്കും ശാന്തമായ ഒരു കേൾവി, ശാന്തമായ ഒരു സുഖം ഉണ്ടാകുകയാണ് പതിവ്. ഹമേ ആപ്പസ് മേ മീഠേ മീഠേ ബോൽക്കർ മധുർ വ്യവഹാർ കർണാ ചാഹിയേ. അപ്പം കവിയായ കബീർദാസ് പറയുകയാണ്, മീഠേ ബോൽക്കർ, മധുരമായി സംസാരിക്കാൻ പഠിച്ച് മധുരമായി വ്യവഹാർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്ത് കാര്യമായാലും മധുരമായി ചെയ്യാൻ എന്ന് വെച്ചാൽ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കണമെന്ന്. നന്നായിട്ട് ബിഹേവ് ചെയ്താൽ നമ്മളുടെ ശരീരവും മനസ്സും നല്ലതാകുകയും കേൾക്കുന്നവർ അവർക്കൊരു സുഖം ഉണ്ടാവുകയും മനസ്സിന് സുഖം ഉണ്ടാവുകയും ചെയ്യുന്നതോടുകൂടെ തന്നെ കടുവായ ബാത്ത് എന്ന് വെച്ചാൽ കൈപ്പേറിയ വാക്കുകൾ സംസാരിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവാകുകയും ചെയ്യും. ഇതാണ് ആദ്യത്തെ സാഖിയുടെ സാരം. മക്കൾക്കിത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ദൂസരി സാഖി. പെഹലി സാഖി കഴിഞ്ഞു ഹോഗയ. ദൂസരി സാഖി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാഖി. അപ്പം ഞാൻ ഇതിനകത്ത് വായിച്ച് കേൾപ്പിക്കാം. കസൂരി കുണ്ടലി ബസൈ മൃഗ് ഡൂണ്ടൈ ബൻ മാഹി ഐസൈ ഖടി ഖടി രാം ഹേ ദുനിയ ദേഖൈ നാഹി. കസ്തൂരി കുണ്ടലി ബസൈ. കസ്തൂരി എന്ന് വെച്ചാൽ എന്താണ്? മാനിൻ്റെ നാഭി എന്ന് വെച്ചാൽ പുക്കിളിൽ കൊണ്ടു നടക്കുന്ന വളരെ ശ്രേഷ്ഠമായ വളരെ മഹനീയമായ ഒരു സാധനമാണ് എന്ത്? കസ്തൂരി എന്ന് പറയുന്നത്. കസ്തൂരി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു തരാം. ഏക ഐസ സുഗന്ധിത പദാർത്ഥം, ഒരു സുഗന്ധ പദാർത്ഥം ആണ് കസ്തൂരി. അത് മാനിൻ്റെ നാഭിയിലാണ് ഇരിക്കുന്നത്. जो एक विशेष हिरण की नाभि में पाया जाता है. ഇതൊരു പ്രത്യേക മാനിൻ്റെ നാഭിയിൽ പുക്കിളിലാണ് ഉള്ളത്. ഇനി കുണ്ടലി ബസൈ. കുണ്ടലി എന്ന് വെച്ചാൽ നാഭി എന്നാണ് അർത്ഥം. ബസൈ എന്ന് പറഞ്ഞാൽ ബസ്താഹെ എന്ന് വെച്ചാൽ രഹത്താഹെ, അവിടെയുണ്ട്. കസ്തൂരി മാനിൻ്റെ നാഭിയിലാണ് കസ്തൂരി ഇരിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മൃഗ് ഡൂണ്ടൈ ബൻ മാഹി എന്ന് വെച്ചാൽ മൃഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനിൻ്റെ പര്യായിവാചി, ഹിരണിൻ്റെ പര്യായിവാചി ശബ്ദത്തിലുള്ളതാണ്. പര്യായിവാചി എന്ന് വെച്ചാൽ വേർഡ് മീനിങ്ങിനകത്തുള്ളതാണ്. ഹിരൺ എന്ന് പറയുന്ന
മാനിൻ്റെ വേറൊരു വാക്കാണ് മൃഗ്. മൃഗ് എന്ന് വെച്ചാൽ ഹിരൺ. ബൻ എന്ന് വെച്ചാൽ വൻ അല്ലെങ്കിൽ ജംഗിൾ, വനത്തിൽ നടക്കുന്ന ഹിരൺ. മാഹി മധ്യത്തിൽ, മാഹി എന്ന് വെച്ചാൽ കെ ഭീതർ അല്ലെങ്കിൽ മധ്യമേ. അവർ വനത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു വരിയുടെ മൊത്തം അർത്ഥം എന്ന് പറഞ്ഞാൽ മൃഗ് എന്ന് വെച്ചാൽ ഹിരൺ വനത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്തിനാണ്? എന്തോ സുഗന്ധദ്രവ്യം, എന്തോ മണം അതിന് വല്ലാതെ അടിച്ചിട്ട് അത് തെരഞ്ഞു നടക്കുകയാണ്. പക്ഷേ അതിൻ്റെ നാഭിയിലാണ്, പുക്കിളിൽ നിന്നാണ് ആ മണം പുറത്തേക്ക് വരുന്നതെന്ന് ആ ഹിരണിന് ഒരിക്കലും അറിയാൻ കഴിയില്ല. അത് എത്ര നാൾ ആ മണം ഉണ്ടോ അത്രയും നാൾ അതിങ്ങനെ അന്വേഷിച്ചു കൊണ്ടേ നടക്കും. ഏസേ ഖടി ഖടി രാം ഹേ എന്ന് വെച്ചാൽ, ഖടി എന്ന് വെച്ചാൽ ഖട്ട് ഖട്ട് മേ, കണുമേ, നാഹി നഹി എന്ന് വെച്ചാൽ എത്ര ഖട്ട് നടന്ന് എത്ര കാലം അതിങ്ങനെ നടന്നാലും, എത്ര ഓരോ കണത്തിലും അതിൻ്റെ ആ മണത്തെ അന്വേഷിച്ച് എവിടെയാണെന്ന് അന്വേഷിച്ച് ഡൂണ്ട് ചെയ്ത് ഇങ്ങനെ റോം ചെയ്താലും ഒരിക്കലും ദുനിയാം ദേഖൈ നഹി, ഒരിക്കലും അതിന് കണ്ടുകിട്ടാൻ കഴിയില്ല. ഇനി ഞാനത് ഹിന്ദിയിൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാം. കബീർ ദാസ് കഹത്തെ ഹേ, കബീർ ദാസ് പറയുകയാണ്. രണ്ടാമത്തെ സാഖിയാണ് പറയുന്നത്, അത് നന്നായിട്ട് മനസ്സിലാക്കൂ. कि जिस प्रकार कस्तूरी नामक സുഗന്ധിത് പദാർത്ഥ ഹിരൺ കി, കസ്തൂരിമാൻ എന്ന് പേരുള്ള മൃഗം അതിൻ്റെ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നത് പോലെ, അതെവിടെയാണ് പക്ഷേ ഇരിക്കുന്നത്? ഹിരൺ കി അപ്പനി നാഭി മേം ഹി ഹോത്തെ ഹേ, ഹിരണിൻ്റെ നാഭിയിൽ തന്നെ ഇരിക്കുന്ന കസ്തൂരിയെ അന്വേഷിച്ചു കസ്തൂരിമാൻ നടക്കുന്നത് പോലെ. किंतु वह उसकी सुगंध महस करके उसे पाने के लिए बन में परेशान होकर भटकता रहता है എന്ന് വെച്ചാൽ, കിന്തു എന്നാലും, വഹ് ഉസ്കി സുഗന്ധ് ആ മണം കേട്ട്, മഹസൂസ് കർക്കെ സമാധാനമില്ലാതെ, ഉസേ പാനെ കേലിയെ അത് കണ്ടുപിടിക്കാനായിട്ട്, വൻ മേം ജംഗിൾ മുഴുവൻ, പരേശാൻ ബുദ്ധിമുട്ടി, ഹോക്കർ ഭട്കത്താ രഹത്താ ഹേ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ടീക് ഉസി പ്രകാർ അതുപോലെ തന്നെ, പക്ഷേ മാൻ അലയുന്നത് പോലെ തന്നെയാണ് ഈശ്വർ. റാം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ രാമനെ പറ്റിയാണ് പറയുന്നത്. അപ്രകാരമാണ് ഈശ്വരൻ भी सृष्टि के कण कण में तथा सभी प्राणियों के हृदय में निवास करते हैं. അതുപോലെ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എങ്കിലും, കിന്തു സംസാർ മേം രഹനെ വാലെ ലോഗ് ഈ ലോകത്തിൽ ഉള്ള ആൾക്കാർ അജ്ഞാനതാവശ് അജ്ഞാനമില്ലാത്തതുകൊണ്ട് ഉസേ ദേഖ് നഹി പാത്തെ ഈശ്വരനെ കാണാൻ കഴിയാതെ, ഓർ പരേശാൻ ഹോക്കർ ഇധർ ഉധർ ഡൂണ്ട്തേ ഹേ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ കാണാൻ കഴിയാതെ, അവിടെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഇവിടെയാണ് ഈശ്വരൻ, ഇവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്. ഹിരൺ മാൻ കസ്തൂരിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നത് പോലെ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സാരം. മാൻ കസ്തൂരിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നത് പോലെ, ഹിരൺ കസ്തൂരിക്ക് വേണ്ടി നടക്കുന്നത് പോലെ, മനുഷ്യൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ കാണാതെ, നന്നായിട്ട് സംസാരിക്കാതെ, ലോകം മുഴുവൻ ഈശ്വരൻ്റെ പേര് പറഞ്ഞ് അലഞ്ഞു നടക്കുകയാണ്. എങ്കിലും അവർക്ക് ശാന്തിയും കിട്ടുന്നില്ല, സമാധാനവും കിട്ടുന്നില്ല, ഈശ്വരൻ എവിടെയാണെന്ന് അവർക്ക് അറിയുന്നതുമില്ല. ഇസ്ലിയെ ഹമേ ഈശ്വർ കോ ബാഹർ ന ഖോജ് കർ അപ്പനെ ഭീതർ ഹി കോജ്ന ചാഹിയെ എന്ന് വെച്ചാൽ, ഇസ്ലിയെ അതുകൊണ്ട്, ഹമേ ഈശ്വർ കോ ബാഹർ ന ഖോജ് കർ പുറത്തു പോയി അന്വേഷിക്കാതെ, പുറത്ത് എവിടെയാണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടന്ന്
ബുദ്ധിമുട്ടാതെ മണ്ടരാകാതെ അപ്പനെ ഭീതർ ഹി ഖോജ്ന ചാഹിയേ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈശ്വരനെ പുറത്തേക്കെടുക്കൂ എന്നാണ് സാഖി രണ്ടാമത്തെ ദൂസരി സാഖിയിൽ കബീർദാസ് നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സാഖിയിലേക്ക് പോകാം. ഇതെല്ലാം ഓരോ സാഖികളാണ് കേട്ടോ. ഈ രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തന്നിട്ട് ഇതിൻ്റെ അർത്ഥം ഭാവാർത്ഥം എഴുതാൻ പറയും. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ നന്നായിട്ട് കേട്ടിരിക്കണേ മക്കളെ, നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. അപ്പം നമുക്ക് തീസരി സാഖിയിലേക്ക് പോകാം. ഞാനിത് വായിക്കാം. ജബ് മൈ ഥാ തബ് ഹരി നഹി, അബ് ഹരി ഹേ മേം നഹി, സബ് അന്ധരിയാരാ മിഠി ഗയാ, ജബ് ദീപക് ദേഖ്യാ മാഹി. ഇവിടെ ജബ് മൈം എന്ന് പറയുന്നത് മനുഷ്യക അഹങ്കാർ. ഇവിടെ മൈം എന്ന് പറയുന്നത് എന്താ മക്കളെ? മനുഷ്യൻ്റെ അഹങ്കാർ. അഭിതരാഹിത് ജീവ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അഹങ്കാരത്തിലുള്ള, മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം. ഹരി എന്ന് ഇവിടെ പറഞ്ഞേക്കുന്ന ആളിൻ്റെ പേരല്ല, അത് ഈശ്വരനെയാണ്. അപ്പം ഈശ്വരനെ ഇവിടെ ആദ്യമേ റാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഈശ്വരനെയാണ്. ഇപ്പം രണ്ടാമത് ഉദ്ദേശിച്ചതിനകത്ത് ഹരി എന്ന വാക്കും ഈശ്വരനെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരം കാരണം ഈശ്വരൻ ഇല്ലാതെ ആയിരിക്കുകയാണ് എവിടെ? നമ്മുടെ ഉള്ളിൽ. അബ് ഹരി ഹേ മേം നഹി എന്ന് വെച്ചാൽ, അബ് എന്ന് വെച്ചാൽ എന്തുവാ? അവിടെ ഹരി ഉള്ളപ്പോൾ നമ്മളില്ല, നമ്മളുള്ളപ്പോൾ ഹരിയുമില്ല. ഈശ്വരൻ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പുറം തിരിഞ്ഞ് ദൈവത്തെ വിളിക്കാതെ മൂഢന്മാരായി ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ആവശ്യം വരുമ്പം ഈശ്വരന് വേണ്ടി നമ്മൾ ചെല്ലുമ്പം നമ്മൾക്ക് ഈശ്വരനെ കാണാൻ കഴിയാതാവും. കാരണം എവിടെയാണ്? മാനിൻ്റെ ഉള്ളിലിരിക്കുന്ന കസ്തൂരിയെ പോലാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പം ഈശ്വരൻ നമ്മളിൽ ഉണ്ടെന്നറിയാതെ തന്നെ ആ അഹങ്കാരത്തെ, ഹരിയെ പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ പുറത്താക്കിക്കൊണ്ട് ഈശ്വരനെ പുറത്താക്കിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് എന്താണ്? അഹങ്കാരമാണ് എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അഹങ്കാരം വെച്ചാൽ സബ് ആന്തരിയ മിഠി ഗയാ, എല്ലാവരും എന്തിലേക്ക് പോവും? അന്ധരിയ എന്ന് വെച്ചാൽ, ആന്തിരിയ എന്ന് വെച്ചാൽ അന്ധകാർ, അജ്ഞാൻ. ഇവിടെ അന്ധകാരം, ഇരുട്ട് എന്നുദ്ദേശിക്കുന്നത് അജ്ഞാനത്തിൻ്റെ ഇരുട്ടാണ്. അജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? നോളജ് ഇല്ലായ്മ, അറിവില്ലായ്മയുടെ ഇരുട്ടിലേക്ക്. ഇത്രയേ ഉള്ളൂ മക്കളെ. അഹങ്കാരം മനസ്സിൽ വെച്ചാൽ ഈശ്വരൻ അവിടെ ഉണ്ടാകില്ല. ഈശ്വരനെ, അകത്തിരിക്കുന്ന ഈശ്വരനെ പുറത്തന്വേഷിച്ചെന്നാൽ അവിടെയൊട്ട് നമ്മൾക്ക് കാണാനും കഴിയില്ല ഈശ്വരൻ. അപ്പോൾ എന്തായി മാറും? അജ്ഞരായി മാറും. നമ്മൾ അന്ധകാരത്തിൽ ജീവിക്കും എന്ന് പറയും. നമ്മളല്ലാതെ തന്നെ യൂസ് ചെയ്യുന്ന വാക്കുകളല്ലേ അത്. അവൻ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്, അറിവില്ലായ്മയുടെ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. മിഠീഗയ, മിഠന എന്ന് വെച്ചാൽ അന്ധകാരത്തിൽ ജീവിച്ച് അവസാനിക്കും. സമാപ്തു ഹോന, അങ്ങനെ ജീവിച്ചു മരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ജബ് ദീപക് ദഖായാ മാങ്കി, അകത്തുള്ള ദീപത്തെ, നമ്മുടെ ദീപക് എന്ന് വെച്ചാൽ ദിയ അല്ലെങ്കിൽ ദീപം എന്നൊക്കെ പറയും, വെളിച്ചം. ഇവിടുത്തെ ദീപക് എന്ന് പറയുന്നത് വെളിച്ചമാണ്. ജ്ഞാനമാകുന്ന വെളിച്ചത്തെ നമ്മൾ കാണാതെ അന്ധകാരത്തിൽ ജീവിച്ച്, അജ്ഞതയിൽ ജീവിച്ച്, അറിവില്ലായ്മയിൽ ജീവിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവസാനിക്കും. സമാപ്തു ഹോന. അത് നമ്മുടെ എല്ലാവരും, അധികം പേരുടെയും അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ അന്ധകാരത്തിൽ തന്നെ ജീവിച്ച്, നമ്മൾ അറിവില്ലായ്മയുടെ ലോകത്ത് ജീവിച്ച് അറിവില്ലായ്മയിൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാവാർത്ഥം, കവി എങ്ങനെയാണ്, നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട പാറ്റേണിൽ ഞാൻ പറഞ്ഞു തരാം. കബീർദാസ് കഹത്തെ ഹേ, तीसरी साखी में कबीरदास कहते हैं कि जिस समय मेरे अंदर में अर्थात അഹങ്കാർ ഭരാ ഹുവാ ഥാ, എപ്പോൾ എൻ്റെ മനസ്സിൽ അഹങ്കാരം നിറയുന്നുവോ, ഉസ് സമയം മുझे ഈശ്വർ നഹി മിൽ പാ രഹേ തേ, അപ്പോൾ എനിക്ക് എവിടെ ഈശ്വരനെ അന്വേഷിച്ചാലും എനിക്ക് കിട്ടില്ല.
उस समय मुझे ईश्वर नहीं मिल पा रहे थे। अब जब मुझे ईश्वर को दर्शन हो गए हैं तो मेरे भीतर का मैं അർത്ഥത് അഹങ്കാർ സമാപ്ത് ഹോ ഗയാ ഹെ. എപ്പോൾ നമ്മൾ ഈശ്വരനെ കാണുന്നുവോ എപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഐ എന്ന ഭാവം, ഞാൻ എന്ന ഭാവം ഇല്ലാതാകുന്നു, അപ്പോൾ നമ്മൾക്ക് ഈശ്വരനെ കണ്ടുമുട്ടാൻ പറ്റും. ഈശ്വരനെ കണ്ടുമുട്ടാത്തിടത്തോളം കാലം നമ്മൾ എന്താണ്, അഹങ്കാരം അവസാനിക്കാത്തിടത്തോളം കാലം ഈശ്വരനെ നമ്മൾക്ക് കണ്ടുമുട്ടാനും കഴിയില്ല എന്നാണ് കബീർദാസ് ജി നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ऐसे ही मैंने उस ज्योतिस्वरूप ज्ञान रूपी दीपक के नाम में देखा. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു അറിവിൻ്റെ രൂപമായ, ജ്ഞാനത്തിൻ്റെ രൂപമായ പ്രകാശത്തിനെ നമ്മളുടെ മനസ്സിലേക്ക് കയറ്റുകയും तो मेरा सारा अज्ञान रूपी अंधकार समाप्त हो गया था तथा मुझे इस स्थाई का दर्शन हो पाया है. നമ്മൾ എൻ്റെ എല്ലാ അജ്ഞതയും മാറ്റി ഒരു ചെറിയ വെളിച്ചം, ഈശ്വരൻ, നമ്മളുടെ അഹങ്കാരമില്ലാതാകുന്ന ആ നിമിഷം ജ്ഞാനത്തിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് വരികയും എന്തായി മാറും? നമ്മൾ അഹങ്കാരമില്ലാത്ത, അഹങ്കാർ ഹി ഈശ്വർ കാ ശത്രു ഓർ ഘോർ വിരോധി ഹെ. അഹങ്കാരം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ശത്രുവും വലിയ വിരോധിയുമാണ്. അപ്പോൾ അതൊരു ഡെവിളിഷാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ഡെവിളിഷ് ആക്ടിവിറ്റീസ് ആണെന്നാണ് കബീർദാസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അഹങ്കാരം എപ്പോൾ മാറുന്നോ അപ്പം ജ്ഞാനത്തിൻ്റെ ദീപം നമ്മളിലേക്ക് വരികയും ഈശ്വരനെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ തന്നെ കണ്ടെത്തും എന്നാണ് കബീർദാസ് തീസരി സാഖിയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നത്. അത് ഇത്രയും മനസ്സിലായോ മക്കളെ? മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. ഇത്രയും മനസ്സിലായോ മക്കളെ? ഇത്തിരി പാടുള്ളതാണ് ആദ്യത്തെ. കബീർദാസിൻ്റെ എല്ലാ സാഖികളും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഈസി ആയിട്ടല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു കഥ പോലെയല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നന്നായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് നാലാമത്തെ സാഖിയിലേക്ക് പോകാം. നാലാമത്തെ സാഖി എന്ന് വെച്ചാൽ ചൗഥി സാഖി. നാലിന് എങ്ങനെയാണ് പറയുന്നത്? ചൗഥി സാഖി. വായിക്കട്ടെ. സുഖിയ സബ് സംസാർ ഹേ കായൈ അറു സോവൈ ദുനിയ ദാസ് കബീർ ഹേ ജാഗൈ അരു റോവേ. എന്ന് വെച്ചാൽ സുനിയ എന്ന് പറഞ്ഞാൽ, സുഖിയ എന്ന് പറഞ്ഞാൽ സുഖി. സുഖി എന്ന് വെച്ചാൽ ഒരുപാട് സുഖിച്ച് ജീവിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാർ. കായ എന്ന് വെച്ചാൽ കായ, ഒരുപാട് കഴിച്ച്. അരു എന്ന് വെച്ചാൽ ഓർ ഔർ അല്ലെങ്കിൽ കൂടാതെ എന്നുള്ള, അരു എന്ന് വെച്ചാൽ ഔർ കൂടാതെ എന്നാണ് അർത്ഥം. സോവൈ സോന സ്വർണം. സോവൈ എന്ന് വെച്ചാൽ സ്വർണം എന്നാണ് അർത്ഥം. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ദുനിയ എന്ന് വെച്ചാൽ ദുനിയ എന്ന് വെച്ചാൽ ലോകം. ദുഃഖിയ എന്ന് വെച്ചാൽ ദുഃഖി, വിഷമിച്ചിരിക്കുന്നവർ. അപ്പം സുഖിയ എന്ന് വെച്ചാൽ ഒരുപാട് സുഖം അനുഭവിക്കുന്ന ആൾ. കായ എന്ന് വെച്ചാൽ കഴിച്ചു കൊണ്ടിരിക്കുന്നവർ. അരു എന്ന് വെച്ചാൽ ഔർ എന്ന് വെച്ചാൽ കൂടാതെ. സോവൈ സോന എന്ന് വെച്ചാൽ സ്വർണം. ദുഃഖിയ എന്ന് വെച്ചാൽ ദുഃഖി. ഇനി ഓരോ വാക്കുകളുടെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. ദാസ് എന്ന് പറഞ്ഞാൽ പരമാത്മാക്ക സേവക്, ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ കബീർദാസ് ദാസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഭക്തന്മാരെ. ജാഗൈ എന്ന് വെച്ചാൽ ജാഗന, ഉണർന്നിരിക്കുക. റോവേ എന്ന് വെച്ചാൽ റോത്ത ഹേ, കരയുക. ഇതൊക്കെയാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഈ വാക്കുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനിനി ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ഞാൻ ഭാവാർത്ഥ് നന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഭാവാർത്ഥം എന്ന് വെച്ചാൽ ഇനി നമ്മൾ ചൗഥി സാഖിയുടെ ഭാവാർത്ഥത്തിലേക്ക് പോകുമ്പോൾ കബീർദാസ് ചൗഥി സാഖി में कबीरदास मौज मस्ती में डूबे रहने वाले लोगों की तुलना चिंतनशील വ്യക്തിയോं से करते हुए कहते हैं. എന്ന് വെച്ചാൽ ആദ്യത്തെ വരിയിൽ തന്നെ മക്കളെ, മോജ് മസ്തി എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത്, തിന്നു കുടിച്ച്
അഹങ്കരിച്ച് എൻജോയ് ചെയ്ത് ദൈവത്തെ വിളിക്കാതെ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളും അറിയാതെ സ്വന്തമായി നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ പറ്റിയും ഈ സംസാർ മേ എസേ വ്യക്തി, ഈ സംസാർ എന്ന് വെച്ചാൽ ലോകത്തിൽ അങ്ങനെയുള്ള വ്യക്തികളാണ് കൂടുതലും. സത്യമല്ലേ? അങ്ങനെയുള്ള വ്യക്തി സ്വന്തം കാര്യം അടിച്ചു പൊളിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള വ്യക്തികളാണ് കൂടുതൽ എന്നാണ് കബീർജി പറയുന്നത്. അന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ജോ കേവൽ കാനെ പീനെ ഓർ സോനെ കാ കാര്യ കഹത്തെ, അവർക്ക് എന്ത് വേണം? തിന്നണം, കുടിക്കണം. സോന എന്ന വാക്ക് സ്വർണം എന്നാണെങ്കിലും ഇവിടെ അതിൻ്റെ അർത്ഥം ഒരുപാട് സമ്പാദിച്ചു വയ്ക്കുന്ന ആൾക്കാർ. പണ്ട് സ്വർണ്ണ നാണയങ്ങളല്ലായിരുന്നോ? ഇപ്പോഴാണ് നമ്മൾ കാശ് സമ്പാദിക്കുക എന്ന് പറയുന്നത്. പണ്ടത്തെ ക്യാഷ് എന്ന് പറയുന്നത്, നോട്ടെന്ന് പറയുന്നത് സ്വർണ്ണ നാണയങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സോന എന്ന വാക്ക് ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഇനി പറയുന്നത് കബീർദാസ് വീണ്ടും പറയുകയാണ്, അപ്പനെ ജീവൻ കോ സബ്സെ സുഖി മാൻകർ ഖുഷ് രഹത്തെ ഹെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം സുഖിക്കുക എന്നുള്ളതാണ്. തിന്നുക, കുടിക്കുക, പണം സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. കബീർദാസ് കഹത്തെ ഹേ കി വഹു ദുഃഖി ഹെ. പക്ഷേ എന്താണ്? എല്ലാ കാശുകാരും ദുഃഖിതരായ ആൾക്കാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ക്യൂങ്കി വഹ് ജാഗ്രഹേ, എപ്പോഴും ഉണർന്നിരിക്കുകയാണ് അവർ. എന്തിനു വേണ്ടി? തിന്നാനും കുടിക്കാനും പൈസ സമ്പാദിക്കാനും വീണ്ടും 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 പൈസ സമ്പാദിക്കാനുമായിട്ട് എപ്പോഴും പല ആക്ടിവിറ്റികളിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് എന്താണ്? അവർ ദുഃഖിതരാണ്. ഒന്നിലും സാറ്റിസ്ഫൈ ഇല്ലാതെ, ദൈവത്തെ അറിയാതെ അജ്ഞതയിൽ ജീവിക്കുന്നവരാണ് എന്നാണ് കവി നമ്മളോട് പറയുന്നത്. ഇസ്ലിയെ ഉന്നേ സംസാർ കി നശ്വരതാക്ക ജ്ഞാൻ കെ, അവർക്കെന്ത്? അനശ്വരമായ ഒന്നുമില്ല, നശ്വരമാണ്. നശ്വരം എന്ന് വെച്ചാൽ നിലനിൽക്കാത്ത സമ്പാദ്യം മാത്രമാണ് അവർക്കുള്ളത്. നശ്വരത എന്ന് പറഞ്ഞാൽ നിലനിൽക്കാത്ത ലോകം, അതാണ് നശ്വരമായ ലോകം എന്ന് പറയുന്നത്. ഈ മനുഷ്യരൊക്കെ നശ്വരമായ ലോകത്തിൽ ജീവിക്കുന്നതെന്നാണ് കബീർദാസ് പറയുന്നത്. ഇസ്ലിയെ വേ സംസാർ കി നശ്വരതാക്കെ ദേഖ് കർ റോത്തെ ഹെ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ ഈ നശ്വരത നോക്കിക്കൊണ്ട്, അയ്യോ ഞങ്ങൾക്ക് ഇത്രയും സമ്പാദിച്ചാലും നമ്മൾ മരിച്ചു പോകുന്നല്ലോ, ഞങ്ങൾ അറിവില്ലാത്തവരായി മരിച്ചു പോകേണ്ട വരുമല്ലോ എന്ന് അവസാനം ഒരു നിമിഷമെങ്കിലും ചിന്തിക്കും എന്നാണ് കബീർദാസ് ഇതിനകത്ത് പറയുന്നത്. കബീർദാസ് പറയുന്നത്, തിന്നു കുടിച്ചു ഉറങ്ങി പൈസ സമ്പാദിക്കുന്നവർ നശ്വരമായ ലോകത്തിൽ ജീവിക്കും, എങ്കിലും ഇത്രയും ഉണ്ടെങ്കിലും അവർ ദുഃഖിതരാണെന്നും, പിന്നെ എന്താണ്? അവർക്കൊരിക്കലും സന്തോഷമില്ല. എന്തുകൊണ്ടാണ് അവർക്കൊരിക്കലും സന്തോഷമില്ലാത്തത്? അവർ ജീവിക്കുന്ന ലോകം നശ്വരമാണ്, അനശ്വരമല്ല. അനശ്വരം എന്ന് വെച്ചാൽ ദൈവമുള്ള ലോകം, ഈശ്വരനുള്ള ലോകത്തല്ല. മനസ്സിൽ ഈശ്വരനില്ലാതെ അജ്ഞതയുടെ ഇരുട്ടിൽ ജീവിച്ച് കുറേ പൈസയൊക്കെ സമ്പാദിച്ച് അവർ മരിച്ചു പോവുകയാണ് എന്നാണ് കബീർദാസ് പറയുന്നത്. നോക്കൂ മക്കളെ, 4 സാഖി ആയപ്പോൾ തന്നെ 30 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കേൾക്കുമ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാവും. ഇത് നല്ല പാടുള്ള ചാപ്റ്ററാണ്. അപ്പം ഇന്ന് നമുക്ക് നിർത്തിയാലോ? ഓക്കെ, നിർത്താം അല്ലേ? 33 മിനിറ്റായി. എന്നാൽ എല്ലാവരും ആദ്യത്തെ പാട്ടിട്ടിട്ട് ഞാൻ എന്നാലും ഹിന്ദിയൊക്കെ ഇംഗ്ലീഷ് പോലെ 2 പാർട്ടായിട്ട് ഇടാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഒരു 45-1 അവറുള്ള വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾക്കും എൻ്റെയും സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഈ അരമണിക്കൂറൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മക്കളെ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് മോർ വീഡിയോകൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പ്രയോജനം ഇല്ലാതായിപ്പോവും. ഇത് കുറേ പേരുടെ പഠിത്തത്തിന് സഹായമാകുമെന്ന് വിചാരിച്ചാണ് മാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സഹായകരമാകട്ടെ. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി വേറൊരു വീഡിയോയിൽ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിന് തൊട്ട് പുറകെ പാർട്ട് 2 എന്ന് പറഞ്ഞ് നമുക്കിടാം. പാർട്ട് 2 ചെയ്താലും ഇതിൻ്റെ ചാപ്റ്ററേ തീരുള്ളൂ. പിന്നെ ബുക്ക് വർക്കും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു വീഡിയോ ഇടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം കുറച്ച് നിങ്ങളുടെ അറിവിലേക്ക് അത് ഞാൻ ചെയ്തു തരാം. എല്ലാ മക്കളും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. സന്തോഷമല്ലേ എല്ലാവരും?
ഹാപ്പി ആയിട്ടിരിക്കുക. മാമും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുക എന്ന് കരുതുന്നു. മക്കളെല്ലാവരും പേരൻസിനെയൊക്കെ അനുസരിച്ച് ഈ കോവിഡ് കാലത്ത് എല്ലാ പ്രോട്ടോക്കോളും ഒക്കെ പാലിച്ച് സമാധാനമായിട്ട് വീട്ടിലിരുന്ന് നല്ല മിടുക്കരായിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ത് കാര്യവും ചാറ്റ് ബോക്സിലൂടെയും കമൻറ്റ് ബോക്സിലൂടെയും മാമിനോട് വന്ന് ചോദിക്കാം. മാം എപ്പോഴും ഉണ്ടാവും. ഒരു ചാറ്റ് ബോക്സിൽ മാം ചെക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും. ആർക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം. വേണ്ടുന്നവർക്ക് ഞാൻ എങ്ങനെ വേണമെങ്കിലും പഠിത്തത്തിൽ സഹായിക്കുന്നതായിരിക്കും. രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇതിലും ലളിതമായിട്ട് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറേ കൂടെ ഹിന്ദി പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ മാം റിപ്പീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഞാൻ വെക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക. ലവ് യു ആൾ. താങ്ക് യു.